കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ആഴ്ച ഞാൻ കർത്താവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. കർത്താവ് തൻ്റെ മക്കൾക്ക് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ സകലതും പൂർത്തീകരിക്കുന്നത് തൻ്റെ പുത്രനിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകന്മാരിൽ കൊടുത്ത സകല വാഗ്ദാനങ്ങളും തൻ്റെ പുത്രനിലൂടെ കർത്താവ് നിവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് ഐസായ പ്രവാചകനിലൂടെ പറഞ്ഞത്, ഐസായ പ്രവാചകൻ 53-ാമത്തെ 4-ാമത്തെ അവൻ സഹിച്ചത് നമ്മുടെ വേദനയാണ്, അവൻ വഹിച്ചത് നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നു. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കർത്താവ് കൊടുത്ത സകല വാഗ്ദാനങ്ങളും നിവൃത്തിയാകുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വസിക്കുന്ന സമയത്ത് അവൻ ചെയ്ത പ്രവൃത്തികളും അവൻ വഹിച്ച ശിക്ഷയുമെല്ലാം എല്ലാവരും വിശ്വസിക്കുന്ന എന്താണ്? അവൻ ഈ ലോകത്തിൽ ജീവിച്ച് അന്നത്തെ മതപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും വിരോധമായിട്ട് അവൻ സംസാരിച്ചു, ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് സംസാരിച്ചു, അതുകൊണ്ട് അവൻ ശിക്ഷ അനുഭവിച്ചു എന്തൊക്കെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നുമല്ലായിരുന്നു. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവമത്തൻ, ദൈവത്തിൻ്റെ ഇൻകാർണേഷനാണ്. അത് കർത്താവിൻ്റെ പരിശുശ്രൂഷ സമയത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, പരീക്ഷന്മാരും ശാസ്ത്രിമാരുമായിട്ട് കർത്താവ് സംസാരിച്ചു നടക്കുമ്പോൾ സംസാരത്തിൻ്റെ ഒടുവിൽ ഭാഗത്ത് പരീക്ഷന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊരു 50 വയസ്സ് പോലും പ്രായമായിട്ടില്ല, നീ എങ്ങനെയാണ് അബ്രഹാമിനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? ബിഫോർ അബ്രഹാം വാസ് ഐ ആം, അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. ഈ കർത്താവ്, അതായത് ആ ദൈവമായ കർത്താവ് തൻ്റെ വേദനകളും ദുഃഖങ്ങളും അവൻ സഹിച്ചത് നമ്മുടെ വേദനയാണ്, അവൻ വഹിച്ചത് നമ്മുടെ രോഗമാണ്, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ് അവൻ തകർക്കപ്പെട്ടത്. അവൻ്റെ അടിപ്പിടലുകളാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നത്. ഈ അടിപ്പിടലുകൾ കിട്ടിയ സൗഖ്യമൊക്കെ നമുക്കത് മാനിഫെസ്റ്റേഷൻ ആകാത്തത് എന്താണെന്ന് നമ്മൾ കുറച്ചൊക്കെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം കുറച്ചൊക്കെ ധ്യാനിക്കുകയും, ഇപ്പം നമ്മുടെ കർത്താവിൻ്റെ പരശുശ്രൂഷ സമയത്ത് കർത്താവ് ഇവിടെ വന്നിരുന്നു. കർത്താവ് വന്ന് യെരൂശലേം ദേവാലയത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുളമുള്ള നമുക്കറിയാം, ബെത്സൈദ കുളങ്ങര അവിടെ അറിയാം. ആ കുളങ്ങര ഒരു രോഗശാന്തിയുടെ ഒരു വാഗ്ദാനമാണ്. ആ കുളം എന്ന് പറഞ്ഞാൽ ബെത്സൈദ കുളം എന്ന് പറഞ്ഞാൽ രോഗശാന്തിയുടെ ഒരു വാഗ്ദാനമാണ്. എന്താ കുളത്തിൻ്റെ പ്രത്യേകത? പക്ഷേ ആ രോഗശാന്തിയുടെ വാഗ്ദാനം കണ്ടീഷൻ പ്രകാരമാണത്, വ്യവസ്ഥകൾ മൂലമാണ് അവിടെ രോഗശാന്തി കൊടുക്കുന്നത്. ആദ്യം വീഴണം, ആദ്യം വീഴുന്നവർക്ക് മാത്രമേ അത് അവിടെ സൗഖ്യമാകത്തുള്ളൂ. അത് ആരും ആയിക്കൊള്ളട്ടെ, അവർ സൗഖ്യം വരും. അത് തന്നെ ആ സൗഖ്യം എപ്പോഴും അത് സൗഖ്യമൊന്നും കിട്ടത്തില്ല. അതത് സമയത്തുണ്ട്. ആ സമയത്തിന് കുറച്ച് കണ്ടീഷനൊന്നുമില്ല. ഈ സമയത്ത് വരും, അല്ലെ 1 മണിക്കൂർ കഴിയും വരും, അല്ലെ 2 മണിക്കൂർ കഴിയും, അല്ലെ അരമണിക്കൂർ കഴിയുമ്പോൾ, അങ്ങനെ സമയത്തിന് ഒരു വ്യവസ്ഥയില്ല. സമയത്തിനും വ്യവസ്ഥയില്ല, രോഗശാന്തിക്ക് വ്യവസ്ഥയില്ല. എത്ര നാൾ നടക്കുന്നുണ്ട്? ആദ്യം മുമ്പേ വീണോ അവർ സൗഖ്യമാകും. അതാണ് വ്യവസ്ഥ. വ്യവസ്ഥകളിലൂടെയുള്ളൊരു രോഗശാന്തി നമ്മുടെ കർത്താവ് അവിടെ ചെന്നു. അത് തന്നെയുമല്ല, ഒരു വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്ന പരിശുദ്ധ പുസ്തകം പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ 1 മുതൽ നമുക്ക് കാണാം. ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു രോഗശാന്തിക്ക് വേണ്ടി. നമ്മുടെ കർത്താവ് അവിടേക്ക് കടന്നു ചെന്ന് അവിടെ കിടക്കുന്ന ആൾക്കാരെയൊക്കെല്ലാം കണ്ടു. കർത്താവ് ആൾക്കാരൊക്കെ ഒന്നും അറിയുന്നില്ല. ആൾക്കാർ കർത്താവിൻ്റെ അടുത്ത് ഒന്ന് തൊടാനോ സ്പർശിക്കാനോ സൗഖ്യം പ്രാപിക്കാനോ ഒന്നും ആൾക്കാർക്ക് അറിയില്ലല്ലോ നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണെന്ന്. പക്ഷേ കർത്താവ് ചെന്ന് അവിടെ കടത്തിരുന്ന് ഏറ്റവും സീനിയർ മോസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന 38 സംവത്സരം അവിടെ കിടന്ന മനുഷ്യൻ്റെ അടുത്ത് നിന്ന് കർത്താവിന് നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ചിലപ്പം അറിയില്ലല്ലോ ഇവന് സൗഖ്യമാകുമ്പോൾ ഇങ്ങനെയൊക്കെ കിടന്ന് അങ്ങ് ഹാബിറ്റായി പോയി, ഇനി എങ്ങനെ ജീവിച്ച അങ്ങ് കാലം കഴിക്കുക എന്നായിരിക്കും ആ മനുഷ്യൻ വിചാരിച്ചിരുന്നത്. അതാ കർത്താവ് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? അവൻ്റെ ദയനീയമായ കാരണങ്ങൾ പറഞ്ഞു. നിൻ്റെ കിടക്കയെടുത്ത് നടക്കാം. അവിടെ കണ്ടു കിടക്കയെടുക്കാൻ തുടങ്ങി പറഞ്ഞ ആൾക്കാർ അവിടെ വന്ന്, പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയൊക്കെ ആൾക്കാരോടെ എത്തി പറഞ്ഞു, നിന്നോട് ആരാ കിടക്കെടുക്കാൻ പറഞ്ഞത്? നീ സൗഖ്യമായെങ്കിൽ കിടക്കെടുക്കാൻ പറ്റില്ല. കാര്യം ആ ബെത്സൈദ കുളങ്ങര സൗഖ്യവും ആ കുളവും എല്ലാം അവിടുത്തെ പ്രമാണിമാരുടെയും ശാസ്ത്രജ്ഞ പ്രത്യേക നിരീക്ഷണത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല പിന്നെ അവിടെ വരികയില്ലായിരുന്നല്ലോ. അപ്പോൾ അന്ന് ആ കുളത്തിൻ്റെ അന്ത്യം അതോടുകൂടെ ആയെന്ന് പറയാം. എന്തിനാണ് ആൾക്കാർ അവിടെ കിടക്കേണ്ട ആവശ്യം എന്താ? വലിയൊരു ഇവിടെ സൗഖ്യം, കാലത്തെ അതിജീവിച്ച സൗഖ്യം, സമയത്തെ അതിജീവിച്ച സൗഖ്യം, കാലപ്പഴക്കത്തെ അതിജീവിച്ച സൗഖ്യം ഇതാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൊടുക്കുന്നു. പിന്നെ അവിടെ ആ കുളത്തിൻ്റെ ആവശ്യമില്ല.
ഒരു കുളത്തിൻ്റെ ആവശ്യമില്ല. എന്തിനാ അവിടെ കിടക്കുന്നത്? അവൻ്റെ ആവശ്യമില്ല. സൗഖ്യം ഇതാ, ഉടൻ നിൻ്റെ സൗഖ്യം. അവനെ തൊടുക. കർത്താവായ യേശുക്രിസ്തുവിനെ ഇത് തൻ്റെ പരിശുശ്രൂഷ സമയത്ത് ധാരാളം ആൾക്കാർ വന്നിട്ട് അവരോട് ചോദിക്കുന്നത്, കർത്താവേ, നിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇതാ കർത്താവേ. ആൾക്കാർ അതൊക്കെ എന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞത്? വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാനുള്ള അധികാരം. കാര്യം ചില രോഗങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റുകയില്ല. അത് ന്യായപ്രമാണത്തെ വിരുദ്ധമാണ്. ഇപ്പം നമുക്കറിയാം 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയെ, അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങനെ പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള രോഗികളുണ്ടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള രോഗികൾ, കുഷ്ഠരോഗികളുണ്ടാകും. അവരോടൊക്കെ പറഞ്ഞു തരാൻ പറ്റത്തില്ല. വസ്ത്രത്തിൽ തൊട്ട് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ അതല്ല ഏറ്റവും നല്ല കാര്യം. വസ്ത്രത്തിൽ തൊട്ട് അവർ സൗഖ്യം പ്രാപിച്ചു. സൗഖ്യദായകൻ അവരുടെ മുൻപിൽ വന്നു. ഇപ്പം നമുക്ക് പറയാമല്ലോ, ഇപ്പം യെരൂശലേം ദേവാലയത്തിൽ ആട്ടുവാതിൽക്കളുടെ മതിലുണ്ട്. അത് ഇന്ന് നമുക്ക് കർത്താവില്ലല്ലോ, നമ്മളെ സൗഖ്യമാക്കുവാൻ ഒരു കർത്താവ് നമുക്കില്ലല്ലോ എന്ന് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയാണ്. അവൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളും നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് സംസാരിക്കും. ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് ഇങ്ങനെ വെള്ളപ്പെട്ട് പോകുമ്പോഴത്തേക്കും കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമുണ്ട്. ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ആഴ്ത്തിറ, ഭയപ്പെടേണ്ട. കർത്താവ് എന്തിനാ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ഭയമാണ്. ഭയത്തിലാണ് മനുഷ്യനെ ഭയക്കുന്നത്. ഇപ്പോൾ ഒരു പനി വന്ന് ആ പനി മാറുന്നില്ല, സമയത്തിനുള്ളിൽ മാറുന്നില്ല, കൊടുത്ത ചെറിയൊരു മരുന്ന് വല്ലതും കൊടുത്തിട്ട് പനി വരുന്നില്ലെങ്കിൽ ഉടനെ ഡോക്ടർ പറയും ഇത് പരിശോധിക്കുക, അത് പരിശോധിക്കുക. ഭയമായി. ഇനി എന്താണ് സംഭവിക്കാൻ വേണ്ടത്? രക്തത്തിൻ്റെ സാമ്പിൾ കൊടുത്ത് ഇനി എന്താണ് അതിൽ വരാൻ പോകുന്നത്? പിന്നെ എൻ്റെ കുട്ടികൾക്ക് ഇത്ര വരെയൊക്കെ പഠിച്ചു കഴിഞ്ഞൊരു ബോധമില്ല. മനുഷ്യൻ ഭയത്തിൻ്റെ കാരാഗ്രഹത്തിലാണ് മനുഷ്യൻ വസിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ആദ്യം തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഭയപ്പെടേണ്ട എന്ന് പറയാൻ കർത്താവ് പറയാൻ കാരണമുണ്ട്. കർത്താവ് എന്താ ശിഷ്യന്മാർ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട ആ വാക്കോട് അവസാനം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞു ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോട് കൂടെയാണ്. ഞാൻ നിന്നോട് കൂടെയുള്ളതുകൊണ്ടാണ് നീ ഭയപ്പെടേണ്ട എന്ന് ഞാൻ പറയും എന്ന് കർത്താവ് പറഞ്ഞത്. കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നില്ലയോ എന്ന് നമുക്കറിയുന്നത്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാം, തൻ്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ 12 ശിഷ്യന്മാരല്ല, കർത്താവിന് ധാരാളം ശിഷ്യന്മാരുണ്ട്. അന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ 12 ശിഷ്യന്മാരല്ല, 120 ശിഷ്യന്മാരോട് അവിടെ ഉണ്ടായിരുന്നു. അന്ന് പെന്തക്കോസ്താൾ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ ആ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ആ ദിവസത്തിൽ പത്രോസ് അപ്പോസ്തലൻ സംസാരിച്ചു കഴിഞ്ഞ് ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടത് 3000 പേരാണ് കർത്താവിൻ്റെ വചനം കൈക്കൊണ്ടത്. നമുക്കെല്ലാം കർത്താവിൻ്റെ ശിഷ്യന്മാരാണുള്ള അവകാശവും അധികാരവും കൊടുക്കുന്നത്. പക്ഷേ കേവലം ഒരു വിശ്വാസികളായിട്ടല്ല നമ്മൾ തീരേണ്ടത്, നമ്മളൊരു ശിഷ്യനാകണം. കർത്താവിൻ്റെ ഒരു ശിഷ്യനായെങ്കിൽ മാത്രമേ നമുക്കെല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അവൻ്റെ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് പറയും. ഇപ്പോൾ പട്ടാളത്തിൽ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പട്ടാളത്തിൻ്റെ എല്ലാ ഫെസിലിറ്റീസ് അവന് കിട്ടും, സാധാരണക്കാരനത് കിട്ടും. അതുപോലെയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പുരോഗത്തിലേക്ക് പോയി സകലരും ശിഷ്യന്മാരൊക്കെ കൊള്ളാനാണ് പറയുന്നത്, അല്ലേ? അല്ലാതെ ശിഷ്യന്മാരൊക്കെ നമ്മൾ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിനെ അവനെപ്പോഴും പഠിക്കുകയാണ് ചെയ്യുന്നത്. പ്യൂപ്പിൾ, അവൻ ശിഷ്യനാണ്, അവനൊരു സ്റ്റുഡൻ്റാണ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അല്ല, ശിഷ്യന്മാരോട് അവൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ ഒരാളുണ്ട്, ഒരു സഹായിയുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ പരിശുദ്ധ. ഇതെല്ലാം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോഴും അവനോട് അഭിനോഷിക്കുമ്പോഴും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കാവൂ. എനിക്കൊരു നമ്മുടെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നുണ്ട്, അവൻ്റെ അധികാരങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കെല്ലാം ഞാൻ അവകാശിയാണ്. ഇതെല്ലാം നമ്മൾ ശിഷ്യന്മാർ അവസാനം കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷത്തിന് ശേഷം കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം എന്തെല്ലാം അത്ഭുതങ്ങളും അതിശയങ്ങളുമാണ് ശിഷ്യന്മാർ ചെയ്തത്. ഭൂതങ്ങളെ പുറത്താക്കി, അസുഖങ്ങൾ, അവരെല്ലാം അങ്ങനെ ചെയ്തത് ചെയ്യാനുള്ള കാരണമെന്താണ്? എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അവർ അവകാശപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. എല്ലാ അധികാരങ്ങളും ദൈവം എനിക്ക് തന്നിരുന്നു എന്നുള്ള വിശ്വാസത്തെ കൊണ്ടാണ് അവർ അത്ഭുതങ്ങളും അതിശയങ്ങളെല്ലാം ചെയ്യുന്നത്. അത്ഭുതങ്ങളും അതിശയങ്ങളും ഇന്നും ചെയ്യുന്നില്ലേ? എത്രയോ അത്ഭുതങ്ങളും അതിശയങ്ങളും എത്രയോ വീര്യപ്രവർത്തികളും ദൈവദാസന്മാർ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണ്?
അവർ കർത്താവിനോട് ചോദിക്കുക എന്നല്ല അവർ ചെയ്യുന്നത്. എല്ലാ അവകാശങ്ങളും എനിക്ക് തന്നു കഴിഞ്ഞു. ആ അവകാശത്തെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വിഷ്ടം എന്നോട് ജ്ഞാനവും അറിവും തരണമേ എന്നാണ് കർത്താവ് പറയുന്നത്. നീ തന്ന അവകാശം, നീ തന്ന അധികാരം എനിക്കത് മാനിഫെസ്റ്റ് ആകാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവ് നമ്മൾ ചോദിക്കുമ്പോൾ ആ അധികാരങ്ങളും അവകാശങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ കർത്താവിന് കടത്തിരിക്കുന്നത്. ആ വചനത്തിലാണ് നമ്മൾ ശക്തിപ്പെടുന്നത്, ആ വചനത്തിലാണ് നമ്മൾ ബലപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ വേണ്ടത്. ഭയത്തിൻ്റെതായ ഇതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഭയം എന്ന് പറയുന്നത് അത് സാത്താൻ്റെ ആയുധമാണ്. സാത്താൻ്റെ ഏറ്റവും ശക്തിയുള്ള ആയുധമാണ് ഭയം. ഭയത്തിലൂടെയാണ് അവൻ കാര്യങ്ങളെല്ലാം സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവൻ സാധിക്കുന്നത് ഭയത്തിലൂടെ. ആ ഭയത്തെ മാറ്റിക്കളയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനമല്ലാതെ ഒന്നിനും അവന് സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ഭയത്തെ മാറ്റിക്കളയുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കണം. ദൈവത്തിൻ്റെ വചനം നാം ദൈവത്തിൻ്റെ അടുത്തിരുന്നാൽ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിൽ തന്നിട്ടില്ലേ, പിന്നെ നമ്മൾ എന്തുകൊണ്ടൊന്ന് പഠിച്ചുകൂടാ? അതിനുവേണ്ടി മെനക്കിടുക. മാർത്തയും മറിയം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു മുറിയിൽ കയറുക. മുറിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് രാത്രിയുടെ ഒരല്പസമയം ദൈവത്തിനടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ചെയർ എടുത്തിട്ട് നിങ്ങൾ വിചാരിക്കാം, ഇതിൽ കർത്താവ് എൻ്റെ ഈ ചെയറിൽ ഇരിക്കുകയാണ്. നിങ്ങൾ താഴെ ഇരിക്കുക. മറിയ എന്താണ് ചെയ്തത്? ആ കാലെടുത്ത് കർത്താവിൻ്റെ മടിയിൽ വെച്ചിട്ട് കർത്താവിനോട് കാര്യങ്ങളെല്ലാം ഒരു സംഭാഷണം നടത്തുകയാണ്. ഇതുപോലെ നിങ്ങളും എൻ്റെ കർത്താവ് എൻ്റെ മുറിയിൽ എൻ്റെ കൂടെ ഇരിക്കുന്നു, അവൻ്റെ കാൽപാദം എൻ്റെ മടിയിലാണ്. ഞാൻ കർത്താവിനോട് സംസാരിക്കുന്നു. നീ പ്രാർത്ഥിക്കുക, നീ സംസാരിക്കുക. സംസാരിച്ച് നിൻ്റെ ദുഃഖങ്ങളും വേദനകളും അതങ്ങ് വിളിപ്പിക്കണം. കർത്താവേ, എൻ്റെ പ്രോബ്ലം ഇതാണ് കർത്താവേ, എൻ്റെ സങ്കടം ഇതാണ് കർത്താവ്, എൻ്റെ കണ്ണീരിൻ്റെ കാര്യമാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് വചനം അറിയില്ല, ഒന്നും അറിയില്ല, ഞാനൊരു ശൂന്യനാണ് കർത്താവേ. നീ കർത്താവിനോട് ആ കാര്യങ്ങളെല്ലാം നീ ഒന്നൊന്നായിട്ട് നീ പങ്കുവെക്കുന്ന നോക്കി അത്ഭുതങ്ങൾ സൃഷ്ടിക്കവിടെ. അതാണ് മറിയ ചെയ്തതാണ്. അവർ കർത്താവിനെ ക്ഷണിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു, അവർ കൊടുത്തു. പക്ഷെ മറിയ ചെയ്തു, കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടു. കർത്താവ് നിന്നോട് സംസാരിക്കും. നിനക്ക് ഹൃദയത്തിൽ ഒരു പ്രത്യേക പ്രചോദനം ആരംഭിക്കുമെന്ന്. അന്ന് മുതൽ അത് നിന്റെ ദൈവത്തിലേക്കുള്ള നിന്റെ വഴി ഒരുക്കിയാണ് ആ ചെയ്തത്. നീ അത് ആരംഭിക്കുമ്പോൾ നിന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കും. അത് നീ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമല്ല, നീ തുടർച്ചയായിട്ട് നീ അത് ഇടംപ്രദമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അത്ഭുതങ്ങളും അതിശയങ്ങളും രോഗശാന്തി നിന്റെ കുടുംബത്തിൽ നിൽക്കും. നിനക്ക് എന്തെല്ലാമാണ് നിനക്ക് നഷ്ടപ്പെട്ടത് അതെല്ലാം നിനക്ക് കിട്ടും. പക്ഷേ ഒരു ദിവസമോ 2 ദിവസം കൊണ്ടല്ല, നീ അത് എത്രമാത്രം നീ ദൈവത്തിനടുത്തേക്ക് നിഷ്കളങ്കതയോടും വിശുദ്ധിയോടും. നമുക്ക് കർത്താവിൻ്റെ അടുത്ത് വരെ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ആയുധം എന്താണ്? ഏറ്റവും വലിയ ആയുധം നമുക്ക് വേണ്ടത്, കർത്താവ് നമുക്ക് വേണ്ടത് ഒരു നല്ലൊരു മനസാക്ഷിയാണ്. നല്ലൊരു നിനക്കൊരു നല്ലൊരു മനസാക്ഷി ഇല്ലെങ്കിൽ നീ ദൈവത്തിനോട് പറ, കർത്താവേ, എനിക്ക് നല്ലൊരു മനസാക്ഷി ഉണ്ടോ കർത്താവേ? നീ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നീ മറ്റുള്ളവരെ ദ്രോഹിക്കാനും തൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മറ്റുള്ളവരെ ദ്രോഹിക്കാനും മറ്റുള്ളവരുടെ പോക്കറ്റിരിക്കുന്ന പൈസ എന്നിലേക്ക് വരാനുള്ളതായ അടവുകളോ പ്രയോഗങ്ങളോ ഒരു പക്ഷേ നിനക്ക് ശരിയായിരിക്കാൻ പറയുന്നത്. പക്ഷേ നല്ലൊരു മനസാക്ഷിയുള്ള മനുഷ്യൻ അത് സാധിക്കുകയില്ല. നല്ലൊരു മനസാക്ഷിക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം തിമോത്തിയോസിന് എഴുതുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? നീ നല്ല മനസാക്ഷിയുള്ള ആൾക്കാരെ സഭയുടെ അധ്യക്ഷന്മാരായിട്ട് തിരഞ്ഞെടുക്കുക. നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഹൃദയമെന്നാണ് അർത്ഥം. നല്ല മനസാക്ഷിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കൊരു നല്ല മനസാക്ഷി താ കർത്താവേ. പറ്റിൽ നീ എനിക്കൊരു നല്ല മനസാക്ഷി. ദൈവത്തിൻ്റെയോട് നമ്മൾ ഉപേക്ഷിക്കും. അവനോട് സംസാരിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നീ അത്ഭുതപ്പെടും. ദൈവം എനിക്കെങ്ങനെയും നല്ലൊരു മനസാക്ഷി കിട്ടി. മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹകരിക്കുവാനും മറ്റുള്ളവരോട് പങ്കുവെക്കാനും ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു ആഴിയിലേക്ക് നീ കടക്കുന്ന നിനക്ക് കാണാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു ദൈവദാസൻ എൻ്റെ അടുത്തേക്ക് വന്നത്. ആ ദൈവദാസൻ വളരെ കുറച്ചധികം ഞാൻ സംസാരിച്ച് പെട്ടെന്ന് അദ്ദേഹം വൈകുന്നത്, അയ്യോ സമയമായി, എനിക്കിപ്പോഴും ഒരു ട്രെയിൻ വരുന്ന സമയം, ഞാൻ വേഗം പോകാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ചിക്കനൊക്കെ കൊടുത്ത് ആ ചിക്കനൊരു പീസ് വായിലൊക്കെ വിട്ട് ചവച്ചുകൊണ്ട് അദ്ദേഹം പടി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹം പോകുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ മനുഷ്യൻ, ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആ മനുഷ്യൻ താൻ കൊടുത്ത ചിക്കനെല്ലാം തൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ തുപ്പിയിട്ട്
ഒരിടത്തെങ്കിലും വെക്കുന്നതാണെന്ന്. ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്നൊരു പൂച്ച വന്ന് ആ തിന്ന് കണ്ട്. ഞാൻ പിന്നീട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുക, ഞാനിങ്ങ് തിന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു പൂച്ച എൻ്റെ കണ്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കത് ഇറക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ വേഗം എടുത്തത് അതിന് പൂച്ചയ്ക്ക് കൊടുത്തു. ഈ സ്നേഹം എനിക്ക് എൻ്റെ സ്നേഹമല്ല സഹോദര, ഇത് എൻ്റെ അല്ല, എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലിട്ട സ്നേഹമാണ് ഞാൻ കാണിച്ചത്. എനിക്ക് അത്ഭുതം തോന്നി. ഇതാണ് ദൈവം നമ്മുടെ സ്നേഹം. ദൈവത്തിനോട് നമ്മൾ എടുക്കുമ്പോൾ ദൈവം നമുക്ക് ആദ്യം തരുന്നത് അവൻ്റെ സ്നേഹമാണ് നമുക്ക് തരുന്നത്. ആ സ്നേഹം നമുക്ക് വേണ്ടേ? നമുക്കിങ്ങനെ ജീവിച്ചാൽ മതിയോ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രോബ്ലങ്ങൾക്കെല്ലാം ഒരു അടിസ്ഥാനമായ ഒരു ശാന്തി നമുക്ക് ലഭിക്കേണ്ടത്. എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ മറ്റുള്ളവർക്കും നമ്മളൊരു പ്രയോജനമായി. അബ്രഹാമിനെ ദൈവം അനുസരിച്ച പോലെ നീയും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരും. ആ ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മൾ നിറവേറ്റി കളയുന്നത്. അതിനായി നമ്മുടെ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിങ്ങളെ സഹായിക്കും. കാര്യം നിങ്ങൾ നിഷ്കളങ്കയോട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ ദൈവം നിങ്ങളെ സഹായിക്കാതിരിക്കാൻ പറ്റുകയില്ല. ദൈവം നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തർക്കും ഒരുങ്ങാം. അവൻ്റെ അടുത്തേക്ക് നമുക്ക് ചെയ്യാം നിഷ്കളങ്കതയോടെ. അതിനെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.